ബീഫ് കൊണ്ട് നാടൻ രുചിയിലുള്ള ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വന്നാലോ. വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഞാനിവിടെ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് ചതച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിനുള്ള കറിവേപ്പില, ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ അത്രയും ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇതെല്ലാം കൂടി മസാലയൊക്കെ ഈ ബീഫിലൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നവരെ നമുക്കൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. ഇനി നമുക്കൊരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് പ്രഷർ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. വിറകടുപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഇതുപോലൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലൊക്കെ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇനി ഞാനിപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ചുവന്നുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അതേപോലെ ഇഞ്ചിയും ഒക്കെ നന്നായിട്ടൊന്ന് വഴന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മളിതിലേക്ക് 2 ടീസ്പൂൺ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്, അഥവാ ചില്ലി ഫ്ലേക്സ്. നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിന് അനുസരിച്ചിട്ട് നമുക്ക് മുളകിൻ്റെയൊക്കെ അളവിലൊക്കെ വ്യത്യാസം വരുത്താം കേട്ടോ. ഇനി നമുക്ക് ചെറു തീയിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മുളക് ഒരുപാട് മൂത്ത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കരിക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് കരിക്ക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയുള്ള കാമ്പുള്ള കരിക്കാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു മുഴുവൻ കരിക്ക് അതിന് എടുത്തിട്ടുണ്ട്. ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് 1 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കരിക്കായതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമ്മളിത് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് അതിലെടുക്കാം. പക്ഷേ തേങ്ങാക്കൊത്ത് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ സമയം വേവിക്കേണ്ടി വരും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അതിൽ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ ബീഫിലുള്ള വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ വേണം നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ചെറുതാക്കി വെക്കാം. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ കുരുമുളക് പൊടി കൂടി ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കഴിക്കുമ്പോൾ ആ കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് മുന്നിട്ട് നിൽക്കും കേട്ടോ. ഇനി ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എത്രത്തോളം നമുക്ക് ഡ്രൈ ആക്കണോ അത്രയും ഡ്രൈ ആക്കി എടുക്കാം. പക്ഷേ ഈ ബീഫൊന്നും വെന്ത് ഉടയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ടേസ്റ്റൊക്കെ ഒന്ന് നോക്കുക. ഉപ്പൊക്കെ ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചൂടോടുകൂടി തന്നെ പൊറോട്ട, ചപ്പാത്തി, അപ്പം, ഇടിയപ്പം, അതുപോലെ ചൂട് ചോറ് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കോമ്പിനേഷനാണ്. വെറുതെ ഒരു സ്റ്റാർട്ടറായിട്ട് വേണമെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. കരിക്ക് ചേർത്ത് ബീഫ് ഫ്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.